അവന്മാരെന്നാ വരുന്നുണ്ട് സാർ. കമോൺ ഫോളോ. ഇങ്ങോട്ട് ഇറങ്ങണം. ലക്ഷങ്ങളുടെ സ്പിരിറ്റാണ് എനിക്ക് നഷ്ടമായത്. നിന്റെ ഒരു മദ്യനിരോധന സമിതി. നീ ആരാ? ഗാന്ധിയോ? ഇവിടുത്തെ സർക്കാരിനെ നിലനിർത്തുന്നത് എന്നെ പോലുള്ളവരാണ്. എന്നോടാ നിന്റെ ഒരു കളി. ആ സ്കൂളിനടുത്തുള്ള ഷാപ്പ് പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയത് എവനും അവന്റെ ആൾക്കാരോ? നിനക്ക് സ്പിരിറ്റിനോട് അത്രയ്ക്ക് അലർജിയാ അല്ലേ? മമാലി ഒഴിക്കടാ. നിന്നെ വിളിപ്പിച്ചത് ഇന്ന് സന്ധ്യയ്ക്ക് പുല്ലുവിള ചന്തയ്ക്ക് പിറകിലുള്ള കടൽപ്പാലത്തിനരികെ ഒരാൾ വരും. നീ ഈ പെട്ടി അയാൾക്ക് കൊടുക്കണം. അയാൾ ഒരു എയർ ബാഗ് തരും. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1.5 കോടിയുടെ ചരക്ക. ബ്രൗൺ ഷുഗർ. ടേക്ക് കെയർ. ശരി സാർ.
ഉണ്ടായതെന്ന് പറയുന്നേ? മുതലാളി തന്നയച്ച പണം പണമോ? 25 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവൻ എന്നെ ചതിച്ചു. ഇച്ചായ മുതലാളിയെ കണ്ടോ? ഞാൻ എങ്ങനെ കാണും? പണം കൊണ്ടല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് മുതലാളിയെ കണ്ട് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അയാളതൊന്നും വിശ്വസിക്കില്ല. മാത്രമല്ല ജീവനും കൊണ്ട് അവിടെ നിന്ന് പോരാനും കഴിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇച്ചായ? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. നീ വാ. അവനെ കണ്ടോ? ഞങ്ങൾ കടപ്പുറം മുഴുവൻ തിരഞ്ഞു, അവിടെ എങ്ങും ഇല്ല. ഒരുപക്ഷെ അവൻ കസ്റ്റംസിന്റെ കയ്യിലെങ്ങാനും പെട്ടിരിക്കുമോ? ഇല്ല, കസ്റ്റംസ് കളക്ടർ ശ്രീധരനെ ഞാൻ വിളിച്ചിരുന്നു. അവന്റെ വീട് താഴിട്ട് പൂട്ടിയിരിക്കുക. അവൻ നമ്മളെ ചതിച്ചതായിരിക്കുമോ? ഈശ്വരമൂർത്തിയെ ചതിച്ചിട്ട് ഇവിടെ ആരും ജീവിച്ചിട്ടില്ല. പോടാ, പോ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ പോയൊരു വണ്ടി വിളിച്ചാൽ മതി. ആ.
വളരെ സീരിയസ് ആണ്. ഉം? ഉം. സൈമൺ, 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 ആരാ? പറയൂ, ആരാ? Yes, come on, പറയൂ, ആരാ ചെയ്തത്? വാസു, ചവിട്ടി വാസു. Tell me, ആർക്കു വേണ്ടി? ആ, He is no one. മിസ്റ്റർ മോഹൻ, എഫ്ഐആർ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. ആ പിന്നെ ഇയാളുടെ ബന്ധുക്കൾ ആരെന്ന് വെച്ചാൽ അവരെ വിവരം അറിയിച്ചേക്കും. യെസ് സർ. എവിടെയാ വാസു? നിനക്കറിയില്ല. അമ്മുക്കന്റെ വീട്ടിലുണ്ട്. കഴിഞ്ഞില്ലേടി? പിണങ്ങിയോ? വാസു എവിടെടി? വാസു പറയുന്നു. ഇവിടെ വന്നില്ല. ഇങ്ങോട്ട് മാറിയില്ലേ? ഇങ്ങോട്ട് മാറില്ലടി. വാസു കൂടെ വന്നില്ലേടി? വാസു കൂടെ വന്നില്ലെന്നു. എന്താ അടിയത്? അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടത് രമേഷിന്റെ എടുത്തിയാട്ടം കൊണ്ട് മാത്രമാണ്. സോറി സർ, നമ്മുടെ നീക്കങ്ങൾ ആരോ ചോർത്തുന്നുണ്ട്. വാട്ട് ഡു യു മീൻ? നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ അവനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആര് സഹായിച്ചാലും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വാസുവും മരിച്ച സൈമനും തമ്മിൽ പൂർവ്വവൈരാഗ്യമുള്ളതായി അറിയാമോ? പലരെയും ചോദ്യം ചെയ്തിട്ടും ഒന്നും വ്യക്തമാകുന്നില്ല സർ. വാസു ഒരു വാടക കൊലയാളി ആയതുകൊണ്ട് ചിലപ്പോ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തതുമാകാം. യു ആർ കറക്റ്റ്. ബൈ ദ ബൈ, മരിച്ചയാൾക്ക് അടുത്ത ബന്ധുക്കളായി യെസ് സർ, ഭാര്യയുണ്ട്. അവരെ ചോദ്യം ചെയ്തോ? നോ സർ. വൈ നോട്ട്? ഈ ഒരു അവസ്ഥയിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. ഇന്ന് പൂജയാണ്, ഞാൻ അവിടെ വെച്ച് അവരെ കണ്ടോളാം. നിങ്ങളെ കാത്താണ് ഞാനിവിടെ നിന്നത്. കുറിച്ച്
എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ ഭർത്താവും വാസുവും തമ്മിൽ എന്തെങ്കിലും... സൈമൺ കൊല ചെയ്യപ്പെട്ടവന്റെ തലേദിവസം രാത്രി നിങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കരുത് സർ. മിസ്സിസ് സൈമൺ, നിങ്ങളുടെ ഭർത്താവിന്റെ കൊലയാളിയെ ശിക്ഷിക്കണ്ടേ? അതിന് നിങ്ങൾക്കറിയാവുന്ന പറയും. പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്താ ഉണ്ടായെന്ന് പറയും. സർ, പ്ലീസ് ധൈര്യമായി പറയൂ. ഇച്ചായൻ ഈശ്വരമൂർത്തിയുടെ വിശ്വസ്തനായിരുന്നു. ആ പണം സൈമൺ എടുത്തെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവർ നിങ്ങൾ ഉപദ്രവിക്കാൻ ഇടയുണ്ട്. തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്റെ ഒരു ബന്ധു വരാപ്പുഴ കോൺവെന്റിലുണ്ട്. ദാറ്റ്സ് ബെറ്റർ. എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. ഫാദറില്ലേ? പാപ്പാ, എന്താ സാർ? ഇവിടെ നടന്ന കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്ന നിലയിൽ ഞാൻ എന്ത് ചോദിച്ചാലും സത്യമേ പറയാവൂ. നമ്മൾ അതേ പറയൂ. എങ്കിൽ പറയൂ, സൈമണെ കൊന്ന ആരാണ്? അവരൊത്തിരി പേരുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും അറിയാമോ? അറിയാം. ആരെ? ആ വാസു ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് നിങ്ങൾക്ക് കോടതിയിൽ പറയാമോ? ഏത് ദുനിയാവിലും ഞമ്മൾ പറയാം. പേടിയില്ല? ഞമ്മളൊരു ഇസ്ലാമാണ്. ഞമ്മക്ക് അള്ളാനെ മാത്രമേ പേടിയുള്ളൂ. ആ, ഞാൻ എപ്പോ വിളിച്ചാലും വരുമല്ലോ. പടച്ചവനാണ് വരും. ആ, മോളിന്ന് നേരത്തെയാണല്ലേ? ഡാ വിനു, 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 എന്നിട്ടേ സമയം എത്രയെന്നറിയോ? നിനക്ക് കോളേജ് പോണ്ടേ? ഇതാ ചായ. ആഹാ,
ഉറക്കം. അത് ശരി, എന്നാലേ ചൂടുവെള്ളം എടുക്കാം. അയ്യോ, ആ, എക്സാം ഫീ അടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാ? നാളെ എന്നാ തോന്നുന്നത്? വെറും തോന്നലേ ഉള്ളൂ. നാളെ തന്നെയാ. ഉച്ചയ്ക്ക് നീ സ്കൂളിൽ വാ. ഒരു പടം വരച്ചു തന്നെ. അയ്യോ, സമയം പോയല്ലോ മോനെ. ആ, എന്നാലും വരച്ചു തരാം. என்னடா நம்ம தலைவரை குற்ற சொல்றியா? தளபதி பாத்துருக்கா? அதுல நம்ம தலைவருக்கு முன்னாலே இவங்க ஹீரோ என்ன, இவங்க ஹீரோ தானே. സ്വാമി രാവിലെ തുടങ്ങിയ സിനിമ കഥ. வினோத், நம்ம தலைவரை இந்த பிளடி மலையாளி பசங்க குற்ற சொல்ற. ആരാ സ്വാമിയുടെ തലൈവർ? பாரு, இதுதான் நம்ம தலைவர். எப்படி ക്ലാസ്സിൽ പോ. நில்லுடா, ஃபர்ஸ்ட் ஒரு செகண்ட் லாங்குவேஜ் இல்ல. ஆறாடா கிளாஸ் கேறனே. டேய், எக்ஸாம் அடுக்கும் போது உங்களுக்கு அந்த மொட்டப்பரம்பு பிள்ளையோட கைடு போறாதா? മൊട്ടപ്പറമ്പ് അല്ല സ്വാമി, വട്ടപ്പറമ്പ്. எந்த பரம்பனாலும் சரி, செகண்ட் அவர் நான் கிளாஸ் வர மாட்டேன். എന്താ സ്വാമി പ്രശ്നം? ஒண்ணும் இல்ல, அந்த ஞாயிறு சாட்ட கிளாஸ்ல இருக்கும்போது மலையாளம் டிவி சீரியல் பாக்குற மாதிரி தூக்கம் வருது. வந்தேண்டா பால்காரி, அடடா பசு மாட்டை பத்தி பாட போறேன். வந்தேண்டா பால்காரி, അടടാ. അല്ലേലും സ്വാമിയെ കണ്ടാ പറയും ഒരു മാട്ടുകാരനാണെന്ന്. നിന്നൊരു ക്ലാസ് വരുന്നില്ലേ? രാജാവിൻ പാർവൈ വാരി ഉൻ പക്കം. സാമി എത്ര ദിവസം കൊണ്ട് നിന്നെ തപ്പണം ഇത്രയും നാളെ നീ ഇവിടെ വിളിച്ചു സാധനം എന്നും നിനക്ക് നമ്മളെ വേണം അല്ലേ? ഇവിടെ ഇരിക്കാം. ഇത് നോക്കാം. ഇന്നുരാവിൽ പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തേനിലാവും അനുരാഗ ഗീതങ്ങൾ പാടുന്നു. നാദം എന്നുള്ളിലായി, താളം നിന്നുള്ളിലായി, നാദതാളമേളമോടെ കാമിനിയായി മോഹിനിയായി കൂടാമോ? ഇന്നുരാവിൽ പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തേനിലാവും അനുരാഗ ഗീതങ്ങൾ പാടുന്നു.
വീണമീട്ടുമ്പോൾ എന്താഹം നിന്നെ കൊതിയുന്നു. Hi darling, my heart beats only for you. Hi darling, my heart beats only for you. ഹൃദയം പൊന്നീണമീട്ടുമ്പോൾ എന്താഹം നിന്നെ കൊതിയുന്നു. ഏകനായി ഞാൻ പാടിടുന്നു. ഏകനായി ഞാൻ പാടിടുന്നു രാഗവീണമീട്ടിനിലെ. ഇന്നൊരാവിൽ പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തേനിലാവും അനുരാഗ ഗീതകങ്ങൾ പാടുന്നു. പുൽകുമ്പോൾ മനമാകെ കോരിത്തരിക്കുന്നു. Come darling, today we dance forever. Come darling, today we dance forever. മൽക്കരമെന്നെ പുൽകുമ്പോൾ മനമാകെ കോരിത്തരിക്കുന്നു. വന്നിടത്തിൽ ഞാൻ നിന്റെ ഉള്ളിൽ വന്നിടത്തെ നിന്റെ ഉള്ളിൽ വർണ്ണരാജി തൂകിനില്ലേ. ഇന്നൊരാവിൽ പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തേനിലാവും അനുരാഗ ഗീതകങ്ങൾ പാടുന്നു. നാദം എന്നുള്ളിലായി താളം നിന്നുള്ളിലായി നാദതാളമേളമോടെ കാമിനിയായി മോഹിനിയായി കൂടാമോ. സാറിന് അറിയാലോ, കൊല ചെയ്യാനൊന്നും വാസുവിനെ ആരും പഠിപ്പിക്കേണ്ട. സാറ് കണ്ടോ, അവനെ ഞാൻ കുത്തി മലത്തും. ആ SI വന്നേ പിന്നെ ഒരു നിവൃത്തിയില്ല. അയാൾ വന്നതിന് ശേഷം കോളേജിലെ കളക്ഷൻ വളരെ മോശം. അവനൊരു അഹങ്കാരിയാ. പിന്നെ കമ്മീഷണർ അവന്റെ ആളല്ലേ. പോരാഞ്ഞിട്ട് അവൻ MBBS പഠിച്ചോണ്ടിരുന്നവനല്ലേ. എന്നാലും സാർ ഒരു CI അല്ലേ? നിങ്ങൾ പറഞ്ഞ കേക്കില്ലേ? എന്ത് ചെയ്യാം, എല്ലാരും ഉണ്ടായിട്ടും ആ പരട്ട കമ്മീഷണർ എന്നെ കമ്പ്യൂട്ടർ സെന്ററിലേക്കല്ലേ അയച്ചത്. പല ട്രാഫിക്കിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഹെൽമെറ്റിന്റെ പേരിലെങ്കിലും 10 ചക്രം ഞാൻ ഉണ്ടാക്കി പോയേനെ. ആ വഴി ഉണ്ടാക്കാം വാസു, നീ ഒഴിക്ക്. അനിയത്തി പെണ്ണിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണം യവന്മാരെയൊക്കെ ഒരു ഒതുക്കൊതുക്കാൻ. എനിക്കെല്ലാം എന്റെ മുതലാളിയാ. എന്റെ മുതലാളിക്ക് എതിരിക്കുന്നതിനെയൊക്കെ ഞാൻ മതി മതി. എന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ ഞാൻ സാറേ, കുപ്പി ഉടക്കി മതി. പോവാം. സത്യമായിട്ടും SSLCക്ക് മാത്സിന് എനിക്ക് 3 മാർക്കാ കിട്ടിയത്. 3 മാർക്കോ? തന്നെ പിന്നെങ്ങനെ ജയിച്ചു? അന്ന് ഗ്രൂപ്പ് സിസ്റ്റം അല്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ആർട്സ് എടുത്തേ. ഞാൻ നമ്മൾ കാശ് വാങ്ങിച്ചു പോകത്തുള്ളൂ.
പോക്കറ്റിന് കാണിക്കുന്നു റാസ്കൽ. അവളെ തൊട്ടാ നീ എന്ത് ചെയ്യൂടാ? ഉണ്ണിക്കുട്ട, ലതിക ടീച്ചർ എവിടാ? എന്റെ മിസ്സാ. മതി മതി. അപ്പൊ ഇതുവരെ മതിയല്ലേ? ആ, എങ്കിൽ പിന്നെ റിവിഷൻ നടത്താം. അവസാനത്തെ 2-3 പാഠം നല്ല ടഫാ. എന്താ? വിനോദിനെ പോലീസ് പിടിച്ചു. എന്താ കാര്യം? ലോക്കൽസുമായി തല്ലുണ്ടാക്കിയാനോ? എന്താ ഇത്? പേടിക്കാനൊന്നും ഇല്ലെന്നേ. എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഐ താമസിക്കുന്നത്. നമുക്ക് അത്രടം വരെ ഒന്ന് പോയാലോ? ഇരിക്കും മോളെ. നിത്യകാമുകി ഞാൻ നിന്മടിയിലെ ചിത്രവിഭഞ്ജികയാകാൻ കൊതിച്ചു ആമൃളാംകുഴിയിലെ പ്രേമവല്ലരിയാകാൻ കൊതിച്ചു. എന്താ മോളെ? രതിയുടെ അനുജനെ പോലീസ് പിടിച്ചു. അതറിഞ്ഞപ്പോ തുടങ്ങിയതാ കരച്ചിൽ. അമ്മ ഒന്ന് സാറിനോട് പറഞ്ഞാൽ എടാ, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അമ്മ ഇതിനകത്ത് ഇടപെടരുത്. എന്താ പേര്? ലതിക. നിങ്ങളല്ല അവന്റെ. വിനോദ്. ആ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ വരണം.
അല്ലാതെ ഈ വീട്ടിൽ നിന്നുള്ള കട്ടിലൊന്നും എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? ഹലോ, ആ കോളേജിൽ നിന്ന് വിളിച്ച പയ്യനില്ലേ? ചാർജ് ചെയ്തോ? ശരി, എങ്കിൽ അവനെ വിട്ടേക്ക്. പിന്നെ മേലി ഇത് ആവർത്തിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞേക്കണം. എവിടാ ജോലി എന്ന് പറഞ്ഞേ? ക്രൈസ്ത കിങ് സ്കൂളില്. ക്രൈസ്ത കിങ് സ്കൂളില്. ചേച്ചി, ചേച്ചി, നോക്ക്, സ്വന്തക്കാരോ ബന്ധുക്കളോ ആരും ഇല്ലാത്തവരാ നമ്മള്. നീ ഇങ്ങനെ പോയാല് അതെനിക്ക് താങ്ങാനാവില്ല. വാ, വന്നുവെല്ലാം കഴിക്ക. എനിക്ക് വിശക്കുന്നു. നാളെ സ്റ്റേഷനിലേക്ക് വന്നു. ശരിയാണ്. ഒരുത്തനും വന്ന് ചിക്കുന്നില്ലല്ലേ, വെള്ളം കൂടി നടക്കുന്ന ലക്ഷണമില്ല. അത് നേരം വെളുക്കുമ്പോ പട്ടിയുടെ മുഖം കണിയണ്ട ഇങ്ങനെ ഇരിക്കും. കെട്ടി പറക്കുതടി അണ്ണാമലൈ സൈക്കിൾ. കയ്യിൽ എന്തോ ഉള്ള ലക്ഷണമുണ്ട്. അണ്ണാമലൈ സൈക്കിൾ. ആഹാ, കെട്ടി പറക്കുതടി. കണ്ണും ബ്രേക്കൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത്. നിന്റെ പേരെന്തരടേ? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രാഡോ? ഫ്രാഡാണെന്ന് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്റെ കൈയക്ഷരം മുഴുവൻ നീ എഴുതി. വല്ലപ്പോഴും ഇത്തിരി ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കണം കേട്ടോ. എന്റെ തലയുടെ പുറകെ ഒരു വാല് ഇവിടെ മാറിക്കടാ. മാറിക്കടാ. ഹിപ്പിയുടെ പേരെന്തരടേ? റിച്ചാർഡ് ആറ്റംബറം. എന്തോ റിച്ചാർഡ് ആറ്റംബറം. ഇവിടെടാ. ഏമാൻ ആള് ഭയങ്കരനാ. ഇടിയൻ പരമൂന്ന് നീ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല. ആ, മര്യാദക്ക് എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാ ഞാൻ കൊടുത്തരേ. കൈക്കൂലിയോ? പോലീസുകാർ കൈക്കൂലിയോ? നിന്റെ പാക്കറ്റിലല്ല, ഈ പാക്കറ്റില് 7 രൂപയോ? നാണമില്ലയോടാ 7 രൂപയും കൊണ്ട് പോലീസുകാരന്റെ മുമ്പ് കൂടെ നടക്കാൻ? ഒരു 19 രൂപയെങ്കിലും എടുത്തിട്ടുണ്ട് നടന്നൂടാടാ. പോട്ടാ. കട്ടകെട്ടി പറക്കുന്നടാ അണ്ണ. ഞാൻ 5 സിംഗിപതി വാങ്ങിച്ച് അടിച്ചിരുന്നെങ്കിൽ പ്ലാറ്റിന് ഇരുന്നേനെ. ഒരു ചായ. ഇതാ ചായ. എന്റെ ഒരു ചായ. അല്ലോ, ആരെ പോല നീ എനിക്കെതിരായി സാക്ഷി പറയും അല്ലടാ? നിന്റെ ബോളുടെ തുണി നിന്റെ മുമ്പിൽ ചുരിയാൻ പോകുന്നു.
ഇതെന്തോന്ന് എഴുത്തണോ? മലയാളം മലയാളം എന്നാ അതുകൂടെ മുകളിലോട്ട് എഴുതി വരണോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഈശ്വരമൂർത്തിയോ? ഏത് ഈശ്വരമൂർത്തിയോ? മൂർത്തിയോ? മുതലാളി വാസുവോ? ഇല്ല മുതലാളി, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മുതലാളി. എന്റെ 6-7 പിള്ളേരെ സത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മുതലാളി. ഇല്ല മുതലാളി. ഓ ഓ ഓ ഓ അവധി, എന്റെ കുഞ്ഞുള്ള അവധി, ഈ ഉള്ളവരെ കൈവിടിയരുതേ. എന്താ പ്രശ്നം സാറേ? കാലന്റെ കമ്പി വന്നെന്നാ തോന്നുന്നത്. കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ആ വൈസ് ചാൻസലറുടെ എസ്കോർട്ടിന് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? കാര്യം പറ സാറേ. ജസ് അദ്ദേഹം ആ വാസുവിനെ തപ്പിയെന്നാ തോന്നുന്നത്. അയാൾ നമ്മളെ കട്ടപ്പോക കണ്ടേ അടങ്ങും. അതിന് നമുക്കെന്താ? നമുക്ക് എന്താണോ ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ഈശ്വരമൂർത്തിക്ക് മാത്രം അറിയാം. അവന്മാർ ഇതിനകത്ത് വന്ന് മേയും. നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ട അവധി എടുത്താലോ അണ്ണാ? അന്ന അല്ലെങ്കിൽ തന്നെ പേപ്പട്ടിക്ക് ചാരായം കൊടുത്ത പോലെ അങ്ങനെയാണ് സ്വഭാവം. കൂട്ടാവരിക്കാൻ കൂടി അല്ലേ? ജസ് അദ്ദേഹം കട്ടയും പടവും മടക്കി കൈ തരും. ഭഗവാനെ, ചെകുത്താന്റെയും കടലിന്റെയും ഇടയ്ക്ക് വെട്ടുമെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഓ, താൻ വിളിച്ചി, ഞാൻ പോയി ഈശ്വരമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. മുതലാളി, താനൊന്നും പറയണ്ട. വാസുവിനെ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഒരു കാക്കിക്കുപ്പായിട്ടിരിക്കുന്നത്? അത് ആ SI വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാക്ഷി പറയുന്നവരൊക്കെ നീ തല്ലുവല്ല. ആർക്കു വേണ്ടി നീ സൈമനെ കൊന്നത്? പട്ടി നിന്റെ വരണം മുതലാളി. ഇവിടെ കൊണ്ടുപോയി വാസുനെ. സാറേ, എന്റെ പൊന്ന് സാറേ.
അന്വേഷിച്ചോ? അന്വേഷിച്ചു. ആള് കൊട്ടാരക്കരക്കാരന്. സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ പാട്ടുകാരനായ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചിട്ട് ഇപ്പൊ 5 കൊല്ലത്തോളമായി. അന്ന് ശരിക്കും വരണ്ടോ അല്ലേ? ഞാനങ്ങനെ വെള്ളത്തൊന്നുമില്ല. അന്നത്തെ നിലവിളി. പിന്നെ വിനോദിനെ ഒന്ന് കാണാൻ എന്താ മാർഗം? എന്തിനാ? അല്ല, ഒരു പ്രസന്റ് കൊടുക്കാനാ. പ്രസന്റോ? എന്തിന്? വിനോദ് അകത്തായതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മില് ഇങ്ങനായത്. എങ്ങനെയായത്? പിന്നെ കവിത എഴുതാറുണ്ടോ? എന്നാ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? ആ, അസോസിയേഷന്റെ വാർഷികത്തിന് പാടാൻ ഒരു കവിത വേണമായിരുന്നു. എന്താ, തരില്ലേ? പാടുവോ? പാടുവോന്നോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാ. പ്രത്യേകിച്ച് എന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു നടനായിരുന്നു. ആഹാ, ഇതാരാ? മോള് വീട്ടിലേക്ക് വരുന്നോ? ഇനി ഒരിക്കലാവട്ടമ്മേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കാണത്തില്ലല്ലോ. അതിന്റെ കാറ്റ് പോയെന്നാ തോന്നുന്നേ. മറ്റവനിട്ടതാ ഗുളിക. ഓഹോ, സാറന്മാർക്ക് എത്ര വീതം എടുക്കട്ടെ? എനിക്കൊരു 100. ആ, എനിക്കും ഒരു 200. കക്ഷികളെ കുത്തിവെക്കുന്നത് പോലെ എന്നെ കുത്തിവെക്കരുതേ. പിന്നെ എന്തുണ്ടേ? ഇറച്ചി, മുട്ട. തീ മുട്ടയോ? തീ മുട്ട വേണ്ട, നാർ വേണ്ട. ചീ മുട്ടയൊന്നും വേണ്ട, ചെയ്യാത്ത വല്ല എടുത്തോണ്ട് വാ. തൊടാനെന്തെങ്കിലും? തൊടാതെന്തെങ്കിലും? എന്നെ തൊട്ടോ? 2 പേര് 6 രൂപ വെച്ച് 500 മില്ലി. 56, 56. 3 സോഡ. 56 3 69. 2 കപ്പ 450. 69 450 86 50. 50 പൈസ പോട്ടെ, ബാക്കി ഇനി താടെ. 86 കുറേ. കണക്കെത്രയാണോ? 600 മില്ലി 2 പേര്. വേണ്ട വേണ്ട വേണ്ട, കണക്കൊക്കെ ഞാൻ പറയാം. 2 പേര് 600 പേര്. ഈ ആള് 12. 3 സോഡ വാങ്ങിയില്ല. 12-ന് 3 പോയാ 9. 2 കപ്പ വാങ്ങിയില്ല. 9-ന് 4 പോയാ 4. 5 രൂപയുണ്ട്. കേട്ടോ, നീ എടുത്തോ. ഇതെന്തൊരു കണക്ക്? നേരത്തെ പറഞ്ഞ കണക്കിന്റെ ബാക്കി. നമുക്കിവിടെ ഇരിക്കാം. എന്താ ആലോചിക്കുന്നേ? ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തുപോയി. അത്രയ്ക്ക് എന്താ ഉള്ളത്? വീണയ്ക്കറിയോ, അച്ഛനും അമ്മയും മരിക്കുമ്പോ ഒന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അച്ഛന്റെ അമ്മയുടെയും മൃതശരീരം കണ്ട് വാവിട്ട് നിലവിളിച്ച ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ചേച്ചി ജീവിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയാ. വിനോദിനെ സ്നേഹിക്കാൻ ചേച്ചിയെങ്കിലും ഉണ്ടല്ലോ. എനിക്കാരാ ഉള്ളത്? ഓർമ്മ വെച്ച നാൾ മുതൽ ബോർഡിങ്ങിന്റെയും ഹോസ്റ്റലിന്റെയും ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുകയായിരുന്നു ഞാൻ. ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ എനിക്കത് അച്ഛനിൽ നിന്ന് കിട്ടിയില്ല. വിനോദ് മാത്രമേ ഉള്ളൂ എനിക്ക്.
എവിടെയായിരുന്നു ഇതുവരെ? നോട്ട്സ് വാങ്ങാനായി. വേണ്ട, കള്ളം പറയണ്ട. നീ പഠിച്ചതൊക്കെ മതി. ഇനി പുറത്തിറങ്ങുന്നില്ല. രിഗമദനിന മഗരി നീത പരീസ. സഖി സഖി നിൻചിരിയിൽ മനോജ്ഞമാം സ്വരമൊഴുകും. സഖി സഖി നിൻചിരിയിൽ മനോജ്ഞമാം സ്വരമൊഴുകും. അഭിനിവേശം നിഷാദമാകും. ഉലകങ്ങൾ അലഞ്ഞൊറിയും. സഖി സഖി നിൻ ചിരിയിൽ. വർഷങ്ങളായി നീന്തും മുകിലല്ലോ സൗവർണമോഹം. കോടി വർഷങ്ങളായി നീന്തും മുകിലല്ലോ സൗവർണമോഹം. ഋതുഭേദം മറന്നു പാടും കുയിലല്ലോ പൊന്നനുരാഗം. ഋതുഭേദം മറന്നു പാടും കുയിലല്ലോ പൊന്നനുരാഗം. കുയിലല്ലോ പൊന്നനുരാഗം. സഖി സഖി നിൻ ചിരിയിൽ. പിടയും മിഴിയുടെ താളം കേട്ടുണർന്നോരഞ്ജിനി രാഗം. പിടയും മിഴിയുടെ താളം കേട്ടുണർന്നോരഞ്ജിനി രാഗം. മഴവിൽ ഇഴകൾ പോ
ചൊരിയുന്നു പൊൻപരാഗം മഴവില്ലിഴകൾ പോലും ചൊരിയുന്നു പൊൻപരാഗം ചൊരിയുന്നു പൊൻപരാഗം സഖീ സഖീ നിൻ ചിരിയിൽ മനോജ്ഞമാം സ്വരമൊഴുകും അഭിനിവേശം നിഷാദമാകും ഉലകങ്ങൾ അലഞ്ഞൊറിയും സഖീ സഖീ നിൻ ചിരിയിൽ. ഞാൻ രമേഷിനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എന്താ സർ? സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ഏർപ്പാടാക്കണം. യെസ് സർ. ആ സൈമൺ കേസിന്റെ ഹിയറിംഗ് മിസ്സിസ് സൈമൺ നാളെ ഇവിടെ എത്തും. അവർക്ക് ശക്തമായ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കണം. യെസ് സർ. ഞാൻ ആ നീ എന്തിനാടാ വിഷമിക്കുന്നത്? എത്ര നാൾ വീണെ അടച്ചിടാൻ പറ്റും? എന്തായാലും അവൾ കോളേജിൽ വന്നല്ലേ പറ്റൂ. നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? അത് താണ്ടാ സെറി. വേണ്ട, അത് കൂടുതൽ പ്രശ്നമാവും. എടാ, റൊമാൻസ് കളിച്ചാൽ മാത്രം പോരാ, അതിനുള്ള ധൈര്യം കൂടെ വേണം. ആ വാ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. മേരിയുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? വേണ്ടതിലധികം സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിരുന്നു സർ. ഞാൻ രമേഷിനെ കുറ്റപ്പെടുത്തുകയല്ല. ശത്രുക്കൾ എപ്പോഴും നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണെന്ന നിഗമനത്തിലെ ഒരു പോലീസ് ഓഫീസർ തന്റെ കരുക്കൾ നീക്കാവൂ. യെസ് സർ. സർ, ഇന്നലെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായ പ്രൊഫസർ വില്യംസിനെ ഞാൻ കണ്ടിരുന്നു. ബോംബ് നിർമ്മാണത്തിൽ ഒരു എക്സ്പേർട്ടാണ് അയാൾ. ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ നിന്ന് പല എക്സ്പ്ലോഷൻസിന്റെയും ഡീറ്റെയിൽസ് കിട്ടി. പ്രത്യേകിച്ച് കൽക്കട്ട നടന്നതിന്റെ. ഇവിടെയും കൽക്കത്തയിൽ ഉപയോഗിച്ചത് ഒന്ന് തന്നെയാണ്. യെസ് സർ. ബേസിക്കലി രണ്ടിന്റെ റോ മെറ്റീരിയൽ RDX ആണ്. തന്നെയുമല്ല, ടെക്നോളജിയും ഒരുപോലെ. ഈശ്വരമൂർത്തിക്ക് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് അയാൾ സമ്മതിച്ചോ? ചെറുതായെന്ന് പൂശിയപ്പോൾ അയാളെല്ലാം തുറന്നു പറഞ്ഞു. എങ്കിൽ എത്രയും പെട്ടെന്ന് മൂർത്തിയെ അറസ്റ്റ് ചെയ്യാമല്ലോ. നോ സർ, ഇനി ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് കൂടി കിട്ടണം. കാരണം ഈശ്വരമൂർത്തിയെ കെണിയിലാക്കുന്നതിന് മുമ്പ് അയാളുടെ എല്ലാ വഴികളും അടച്ചിരിക്കണം. ഗുഡ്. അതിരിക്കട്ടെ, ഈശ്വരമൂർത്തിയെ അറസ്റ്റ് ചെയ്യാൻ
രമേശിന് എന്തോ പ്രത്യേക താല്പര്യമുള്ളതുപോലെ തോന്നുന്നല്ലോ. ആം ഐ കറക്റ്റ്? സാറിനറിയോ, 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗായകന്റെ ശവശരീരം ഇവിടുത്തെ റെയിൽവേ ട്രാക്കിൽ കിടന്നത് അതെന്റെ സ്വന്തം ജ്യേഷ്ഠനായിരുന്നു സാർ. ഞാനന്ന് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു. പല പ്രാവശ്യവും ഒരു ഹാർമോണിയത്തിന് വേണ്ടി ചേട്ടൻ എഴുതിയിരുന്നു. അതിങ്ങടുത്തെ ഇത് മതി. അത് കൊടുക്കൂല, മുതലാളി മാറ്റി വെച്ചിരിക്കുന്ന. അത് സാരമില്ല, മുതലാളിയോട് ഞാനെടുത്തെന്ന് പറഞ്ഞാൽ മതി. പറ്റേ? ശരി. റെയ്ഡ് അടഞ്ഞിരിക്കുക. എന്തായത്? ശ്രീഹരിക്കോട്ട് ലോഞ്ചിങ് കൺട്രോൾ റൂമിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ മാപ്പാണിത്. ഇതങ്ങനെ ഇതിനകത്ത് വന്നു? ഈ പെട്ടി ഒരു മറയാക്കി ഏതോ വിദേശ ശക്തിക്ക് കൈമാറാൻ ആരോ ശ്രമിച്ചിരിക്കുന്നു. വിദേശ ശക്തിക്കോ? എന്തിന്? നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റിന്റെ ഗതി മാറ്റാൻ ഇതുകൊണ്ട് സാധിക്കും. ഗതി മാറിയാൽ ഇതിൽ നിന്ന് പതിക്കുന്നത് നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആകെ കുഴഞ്ഞിരിക്കുക.
കമ്പിയഴി എണ്ണാൻ തയ്യാറായിക്കും. എനിക്ക് വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഞാൻ പാമ്പസാക്ഷിയാവും. ബോംബുണ്ടാക്കുന്ന കളവനില്ലേ, അയാൾ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയില. മുതലാളിക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അയാളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കൊലപാതകങ്ങളും തെളിഞ്ഞ സ്ഥിതിക്ക് തൂക്കുകയർ ഉറപ്പാ. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നോട് എന്തിനാ വാസു ദേഷ്യപ്പെടുന്നത്? എക്സ്പ്ലോഷൻ കേസിന് ജാമ്യം കൊടുക്കരുതെന്ന് ഗവൺമെന്റ് ഉത്തരവാ. ഇതിലെല്ലാം കാരണക്കാരൻ ഒറ്റ ഒരുത്തനാ. ആര്? ആ SI അല്ലാതാരാ? വാസു, നാളെ രാത്രി 10 മണിക്ക് അവനും അവന്റെ വീടും. നീ കൊണ്ടുപോകണ്ട. നീ. അയ്യോ, ഞാനോ? അല്ലെങ്കിൽ ബോംബ് പൊട്ടുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. അയ്യോ, ടീച്ചറെ, ടീച്ചറെ, അയ്യോ, ടീച്ചറെ, അങ്ങനെ അഹിംസയിലൂടെ നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? നമ്മുടെ രാഷ്ട്രശില്പിയോ? എല്ലാവരും ഡ്രോയിങ് ബുക്ക് ഇങ്ങ് തരൂ.
അമ്മേ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അമ്മ എന്തിനാ മനസ്സ് പുണ്ണാക്കുന്നേ? എന്റെ ഹരി വന്ന് എന്നെ വിളിച്ച പോലെ തോന്നി മോനെ. അമ്മ എന്തിനാ അതും ഇതും ആലോചിക്കുന്നത്? ചേട്ടൻ എങ്ങനെ ഒന്ന് വിളിക്കാനാ? ആഹാ, ഇതുവരെ ഗുളിയും കഴിച്ചില്ലേ? ആ നേരത്തിനും കാലത്തിനും ഇതൊക്കെ എടുത്തു തരാൻ ആരാ അവിടെ ഉള്ളത്? കേട്ടോ, സരസ്വതി അമ്മ എന്തു പറഞ്ഞാലും അവസാനം ഇവിടെ തന്നെ എത്തും. കല്യാണക്കാര്യത്തിൽ ആലോചിച്ചോളെ. ഒന്ന് പോടാ അവിടെ. ഞാൻ പോയിട്ട് വരാം. രമേശ് ഇല്ലേ അമ്മേ? ഇല്ല. എന്നെ മനസ്സിലായില്ലേ? ആ മനസ്സിലായി. രാത്തോട് വെക്ക. ഞാൻ നാട്ടിൽ നിന്ന് വരിക. ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം, കുറച്ച് മലക്കറി ഇവിടെ കൊണ്ട് തരണം. പാവയ്ക്ക ധാരാളം ഉണ്ട്. അമ്മയ്ക്ക് ഡയബറ്റ് നല്ലതാ. അകത്തേക്ക് ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ടമേ, ഇനി ഒരിക്കലാകാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. രമേശ് 10 മണിക്കും വരുമല്ലോ. വരും വരും. പോയിട്ട്. Good evening. The headlines. At least 52 people killed as an Indian Airlines Boeing crashes shortly after takeoff in Aurangabad. Miraculous escape for 57. Finance Minister blames bankers, brokers and RBI for security scam. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ.
ഇൻസ്പെക്ടർ രമേശ് അല്ലേ? ലതികയാ ഞാൻ. ആ, അമ്മ എന്റെ കൂടെ ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിരുന്നോ? സിഐ വീട്ടിൽ ചെന്നിരുന്നു. നിങ്ങൾ ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നത്? ശാസ്ത്രമംഗലത്തെ പബ്ലിക് ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ തന്നെ നിൽക്കേ, ഞാൻ ഇതാ വരുന്നു. ആ. കേറുണ്ടേ? മിസ്റ്റർ മുരളി, എത്രയും പെട്ടെന്ന് എയർപോർട്ടുമായി ബന്ധപ്പെടണം. അയാൾ ഇവിടം വിട്ട് പോകാൻ ഇടവരരുത്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്യാം. Come on, quick. ഹലോ, കമ്മീഷണർ ഹിയർ. യെസ്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് തരാൻ ബുദ്ധിമുട്ടാണ്. അത് തീരുമാനിക്കേണ്ടത് ഹോം ഡിപ്പാർട്ട്മെന്റാ. മിസ്റ്റർ മൂർത്തി, നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്. നിങ്ങൾ പോയി നോക്ക്. എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ എന്ന് പറയണം. രമേഷ്, ഐ എം യുവർ സുപ്പീരിയർ ഓഫീസർ. സോറി സർ. വിനോദ്, ഇവിടെ എന്റെ ചേച്ചി രമേഷ്, സത്യമായിട്ടും അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. യു പ്ലീസ് ബിലീവ് മീ. സേവ്. മൂർത്തിയാ, ഈശ്വരമൂർത്തി. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? പോലീസുകാരന്റെ മണ്ടം ബുദ്ധിയെ. താൻ ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. ആ എസ്ഐയുടെ അമ്മയും അവന്റെ മറ്റവളും എന്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കോംപ്രമൈസിലെത്താം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെ വഴിക്ക് വാടൂ. കൽക്കട്ടയിൽ നടന്ന സ്ഫോടനങ്ങളെ കുറിച്ചുള്ള ഫയലും ആ വില്യംസിനെയും. അത് തരാൻ ബുദ്ധിമുട്ടാ. ഹോം ഡിപ്പാർട്ട്മെന്റാ അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത്. ആര് തീരുമാനിച്ചാലും വില്യംസും ആ ഫയലും എനിക്ക് കിട്ടണം. പിന്നൊരു കാര്യം, രാത്രി 12 മണിക്കുള്ളിൽ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ മൂർത്തി, അവിവേകമൊന്നും കാണിക്കരുത്. അപ്പോ രാത്രി 12 മണി. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. ആ ചർച്ച് ബെൽ സാർ ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ അവിവേകമൊന്നും കാണിക്കരുത്. ഏതോ പള്ളിക്ക് സമീപത്ത് നിന്നാണ് അയാൾ ഫോൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. വാട്ട് ആർ യു സേയിങ്? ഈ നാട്ടിൽ എത്രയോ പള്ളികളുണ്ട്. അതിലേത് പള്ളിയിലേതാണ് ഈ ബെൽ സൗണ്ട് എന്ന് എങ്ങനെ അറിയും? അതിനും വഴിയുണ്ട് സാർ. അതിന് യെസ്. താങ്ക് യു സർ. എത്രയും പെട്ടെന്ന് തിരിച്ചുതരാം. താങ്ക് യു വെരി മച്ച്. സർ, ഇതൊരു പിച്ച് ട്യൂണറാണ്. മ്യൂസീഷ്യൻസ് സ്വരത്തിന്റെ മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷൻ പോലും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. പിന്നെ ഓരോ പള്ളിയിലെ മണിനാദവും വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പോ കേട്ട പള്ളിയുടെ മണിനാദത്തിന്റെ ഫ്രീക്വൻസി ഞാൻ ഇത് സ്റ്റോർ ചെയ്യാം. തീരുമാനമെടുക്കേണ്ടത് ആര് തീരുമാനിച്ചാലും വില്യംസും ആ
ഇനി ഈ ഫ്രീക്വൻസിയിലുള്ള മനുനാദം കേട്ടാൽ മാത്രമേ ഇതിലെ ഗ്രീൻ ലൈറ്റ് തെളിയൂ. എന്താ സാറേ? ഇവിടെ അടുത്തെവിടെയാ ഫോണുള്ളത്? മേടയിലുണ്ട്, പിന്നെ ആ നെല്ലിക്കൊന്ന് ബംഗ്ലാവിലുണ്ട്. അവിടെ ഇപ്പോ ആരെങ്കിലും കാണുമോ? മിൽട്ടൺ സാഹിബിന്റേതായിരുന്നു. സാഹിബ് മരിച്ചുപോയി. ഇപ്പോ വേറെ ആരോ ആണ്. എനിക്കറിയാം
നീ ഇവിടെ വരുമെന്ന്. അതേടാ, നീ എവിടെ ഇരുന്നാലും എനിക്ക് നിന്നെ കണ്ടുപിടിച്ചാൽ മതിയാകും. കണ്ടുപിടിച്ചില്ലേ? കൊന്നിട്ടുണ്ട്. ഈശ്വരമൂർത്തി കൊന്നിട്ടുണ്ട്. നിന്റെ ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് എണ്ണത്തിനെ ഈ കൈ കൊണ്ട് കൊന്നിട്ടുണ്ട്. വാടാ. Ah!